പകലൊക്കെ നല്ല ചൂടും ഉച്ച കഴിഞ്ഞ് നല്ല മഴയും. മിക്ക സ്ഥലത്തെയും കാലാവസ്ഥ ഇപ്പോൾ ഏകദേശം ഇതുപോലൊക്കെ തന്നെ. ശരീരത്തിൻ്റെ ചൂട് മാറ്റാൻ ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കും. പക്ഷെ നമ്മുടെ മുടിയുടെ ക്ഷീണം മാറ്റാൻ എന്താ ചെയ്യുന്നത്? ചിലർ നല്ല പോലെ കെയർ ചെയ്യും, ചിലരാണെങ്കിൽ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതും. പക്ഷെ അങ്ങനെ ഇരുന്നാൽ ഒരിത്തിരി കഴിയുമ്പോൾ 4-3-7 മുടിയെ തലയിൽ കാണും. പിന്നെ ട്രീറ്റ്മെൻറ്റിനും ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യാനും ഒക്കെ നടക്കേണ്ടി വരും. ഇപ്പോഴേ ഒരിത്തിരി ഒന്ന് കെയർ ചെയ്താൽ കൊഴിഞ്ഞു പോകുന്ന മുടിയുടെ എണ്ണത്തിൽ ഒരിത്തിരി കുറവുണ്ടാവും. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ കിട്ടുന്ന ഒരു 6-7 ഐറ്റംസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമ്മുടെ മുടിക്ക് വേണ്ടുന്ന അടിപൊളി ഒരു ഹെയർ പാക്ക് അങ്ങോട്ട് ഉണ്ടാക്കാം. അതിനായിട്ട് 4-5 ചെമ്പരത്തി പൂവും കുറച്ച് ചെമ്പരത്തി ഇലയും കുറച്ച് മുരിങ്ങയിലയും ഒരിത്തിരി മൈലാഞ്ചി ഇലയും കുറച്ച് തുളസി ഇലയും കുറച്ച് പനിക്കൂർക്ക ഇലയും 2 തണ്ട് വേപ്പിലയും ചെറിയ 2 തണ്ട് കറ്റാർ വാഴയും ഇത്രയും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അങ്ങോട്ട് എടുക്കണം. ഇനി ഇത് അരച്ചെടുക്കുന്നതിനായിട്ട് തലേന്ന് വെള്ളത്തിലിട്ട 1 സ്പൂൺ ഉലുവയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഹെയർ പാക്ക് റെഡി. അരിച്ചെടുത്തോ അരിച്ചെടുക്കാതെയോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. മുടി വളർച്ചയ്ക്ക് മാത്രമല്ല, താരം മാറുന്നതിനും മുടി നല്ല തിക്നെസ് കിട്ടുന്നതിനും നല്ല കറുപ്പ് നിറം വയ്ക്കുന്നതിനും ഒക്കെ ഈ ഹെയർ പാക്ക് ഹെൽപ്പ് ചെയ്യും. ആഴ്ചയിൽ 2 ദിവസം മുടി നന്നായിട്ട് ജട കളഞ്ഞ് എണ്ണ തേച്ച് 10 മിനിറ്റ് മസാജ് ചെയ്ത ശേഷം ഈ പാക്ക് ഇട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളഞ്ഞാൽ മതി. തുടർച്ചയായിട്ട് 2 മാസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ചേഞ്ച് മനസ്സിലാവും. പിന്നെ തലവേദനയും നീർക്കെട്ടും പെട്ടെന്ന് ജലദോഷം പിടിക്കുന്നവരുമൊക്കെ 5 മിനിറ്റിൽ കൂടുതൽ ഈ പാക്ക് തലയിൽ വെക്കണ്ട. അപ്പോൾ ഉപയോഗിച്ച് നോക്കിയിട്ട് റിസൾട്ട് ഉറപ്പായിട്ടും ഒന്ന് പറയണേ.